Good morning, students. KEAM 2020 ചോദിച്ച ചില ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. If y is equal to cos x whole raised to 2x, then dy by dx. ഇവിടെ നമുക്ക് 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കണം. ഇവിടെ നമ്മൾ ഒരു വേരിയബിളിന്റെ മുകളിൽ മറ്റൊരു വേരിയബിൾ വരുന്ന കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ടേക്കിംഗ് ലോഗരിതം എടുക്കും. ടേക്കിംഗ് ലോഗരിതം. ഇവിടെ നമുക്ക് y is equal to cos x whole raised to 2x എന്നാണ് വന്നിരിക്കുന്നത്. ഒരു വേരിയബിളിന്റെ മുകളിൽ മറ്റൊരു വേരിയബിൾ. അപ്പോൾ ടേക്ക് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ലോഗ് y is equal to എന്ത് കിട്ടും? ലോഗ് cos x whole raised to 2x. ഇനി ലോഗ് a raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? n log a എന്നാണ്. അപ്പൊ ആ റിസൾട്ട് ഉപയോഗിക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ലോഗ് y is equal to 2x log cos x. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലോഗ് y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/y into dy by dx. റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഇവിടെ x into log cos x. x into log cos x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ apply the product rule for differentiation. x into log cos x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/cos x into cos x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ minus sin x plus log cos x second function into log cos x into x ന്റെ ഡിഫറൻഷിയേഷൻ എന്താണ്? 1/. That is dy by dx is equal to നമുക്ക് എന്ത് കിട്ടി? ഈ y അപ്പുറത്തോട്ട് പോകുമ്പോൾ 2y into ഇവിടെ x into minus tan x plus log cos x. That is 2 into y എന്ന് പറയുന്നത് എന്താണ്? cos x whole raised to 2x എന്നാണ്. Therefore പ്ലസ് ടേം എന്നാണ് ആദ്യം എഴുതി. log cos x minus x tan x. നമുക്ക് ആൻസർ കിട്ടി. ഇതിൽ ആൻസർ ഏതെന്ന് നോക്കിയേ. ഇവിടെ ആൻസർ ഇ ആണ്. ആൻസർ ഇ എന്നുള്ളത് 2 into cos x whole raised to 2x log cos x minus x tan x നമ്മുടെ ആൻസർ കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വേരിയബിളിന്റെ മുകളിൽ മറ്റൊരു വേരിയബിൾ വരുന്ന കേസിലൊക്കെ നമ്മൾ ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ് then we get the answer. കേട്ടോ, എഴുതിയെടുത്തോളൂ. അടുത്ത പ്രോബ്ലം ചെയ്യാം. Next problem. If x cube plus 2xy plus 1/3 y cube is equal to 11/3, then dy by dx at 2 minus 1. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സ് ക്യൂബ് പ്ലസ് 2xy പ്ലസ് 1/3 y ക്യൂബ് ഈസ് ഈക്വൽ 11/3. നമുക്ക് 2 - 1 എന്ന പോയിന്റിലുള്ള dy by dx കണ്ടുപിടിക്കണം. അതിന്റെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഓപ്ഷൻസ് -2p 2c find t -find e -1. ഇങ്ങനെ 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കണം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതേ ഉള്ളൂ. എക്സ് ക്യൂബ് പ്ലസ് 2xy പ്ലസ് 1/3 y ക്യൂബ് ഈസ് ഈക്വൽ ടു 11/3. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x. x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 3x² കിട്ടും. 2xy നെ 2 കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. xy പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കാം. അപ്പൊ x into y dash പ്ലസ് y into 1. അപ്പോൾ അപ്ലൈ ചെയ്ത് പ്രൊഡക്റ്റ് റൂൾ ഫോർ ഡിഫറൻസിയേഷൻ. xy എന്നുള്ളത് ഫസ്റ്റ് ഫംഗ്ഷൻ, x ഫസ്റ്റ് ഫംഗ്ഷൻ, y സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പൊ x into y dash പ്ലസ് y into 1, x into dy by dx പ്ലസ് y into 1 പ്ലസ് 1/3 into y ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വരും 3y² into y dash. 3y² into y dash is equal. റൈറ്റ് ആൻസർ എന്താണ്? 0. ഇനി നമ്മൾ എന്ത് ചെയ്യാം? 3x² പ്ലസ് 2 into xy dash പ്ലസ് y is equal പ്ലസ് ഈ 3 3 ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? y² into y dash is equal to 0. ഇനി ഇതിൽ നമ്മൾ എക്സിനെ നമ്മൾ അറ്റ് 2 - 1 എന്ന പോയിന്റ് കൊടുക്കുക. എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് -1 കൊടുക്കുക. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ എത്ര വരും? 2 4 4 3 12 വരും. 12 പ്ലസ് 2 into x into y dash. എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുക്കുന്നു. 2 into y dash പ്ലസ് ഇവിടെ നമുക്ക് y ക്ക് -1 കൊടുക്കുന്നു. -1 പ്ലസ്
വൈക്ക് മൈനസ് 1 കൊടുക്കുമ്പോൾ 1 into y dash is equal to 0. അപ്പൊ നമുക്ക് 12 പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4y dash നമുക്ക് -2 പ്ലസ് y dash is equal to 0 എന്ന് പറഞ്ഞാൽ 4y dash y dash കൂട്ടുമ്പോൾ എത്ര വരും 5y dash. 12 minus 2 എത്രയാണ് 10 കിട്ടും. ആ 10 അപ്പുറത്തോട്ട് പോകുമ്പോൾ -10 വരും. അപ്പോൾ y dash വാല്യൂ എത്രയാ -10 divided by 5. അപ്പോൾ y dash എന്ന് പറഞ്ഞാൽ divided by dx എന്നുള്ളത് എത്ര കിട്ടും നമുക്ക് -2 ആൻസർ കിട്ടും. -2 എന്നുള്ള ആൻസർ ഉണ്ടോ നോക്കി ഓപ്ഷൻ എ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് a is equal to -2 ആണ് ഇതിന്റെ ആൻസർ. ഇവിടെ നമ്മൾ ഇത്ര ചെയ്തു. നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ y കാണുന്നിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് y ഡാഷ് ഇത് കൂടി എഴുതാൻ മറക്കരുത്. കണ്ടോ ഇവിടെ നമ്മൾ x y-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x into y dash x into dy by dx y dash എന്ന് പറഞ്ഞാൽ dy by dx ആണ് പ്ലസ് y into 1. അതുപോലെ തന്നെ എന്താ 1/3 y ക്യൂബ് എന്നുള്ളത് 1/3 into 3y square into y dash. ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ആഫ്റ്റർ ദ ഡിഫറൻസിയേഷൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് the value of x is equal to 2 and the value of y is equal to -1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും dy by dx is equal to -2. അപ്പോൾ എല്ലാവരും എഴുതിയെടുത്തോളൂ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Let f of x is equal to x square for x less than equal to 1, 1 for 1 less than x less than equal to 3, 5 minus 2x for x greater than 3. Then f dash 0 കണ്ടുപിടിക്കും. f dash 6 എത്രയാണ്? ഇവിടെ ആൻസേഴ്സ് കൊടുത്തിരിക്കുന്നത് എ -7, ബി 3, സി -2, ഡി -3, ഇ. ഇങ്ങനെ 5 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇതിൽ കിട്ടാന്നിരിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് സ്ക്വയർ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 ഫംഗ്ഷന്റെ വാല്യൂ എക്സ് സ്ക്വയർ ആണ്. 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഈക്വൽ 3 ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 3 ഫംഗ്ഷന്റെ വാല്യൂ 5 minus 2x ആണ്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടതാണ് എഫ് ഡാഷ് 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ എഫ് ഡാഷ് 6 ആവുമ്പോൾ x is equal to 6 ആവുമ്പോൾ നോക്കിയേ എക്സ് ഗ്രേറ്റർ ദാൻ 3 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ് 5 minus 2x ആണ്. അപ്പൊ നമ്മൾ എന്തെടുക്കണം ഇവിടെ എഫ് ഓഫ് എക്സ് എന്നുള്ളത് 5 minus 2x എടുക്കണം. അതിന്റെ കാരണം എന്താണ് എക്സ് ഗ്രേറ്റർ ദാൻ 3 വരുമ്പോൾ ഫംഗ്ഷൻ എന്താണ് 5 minus 2x ആണ്. അപ്പൊ നമ്മൾ ടേക്ക് ഫംഗ്ഷൻ ആസ് എഫ് ഓഫ് എക്സ് equal to 5 minus 2x and just ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എഫ് ഡാഷ് എക്സ് സമയത്ത് കിട്ടുന്നത് നമുക്ക് 5 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 വരും. 2x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് -2 into 1. അപ്പൊ എഫ് ഡാഷ് 6 എക്സിന് ഒരു 6 കൊടുക്കുമ്പോൾ എഫ് ഡാഷ് 6 എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് 2. ആൻസർ കിട്ടിക്കഴിഞ്ഞു. ആൻസർ ഏതാണ് സി ആണ് ആൻസർ. കണ്ടോ ആൻസർ സി, ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ വെറുതെ നമ്മൾ ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഈ 3 കേസിൽ അതായത് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 ഫംഗ്ഷന്റെ വാല്യൂ എക്സ് സ്ക്വയർ ആണ്. എക്സ് ഇൻ ബിറ്റ്വീൻ 1 and 3 ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 3 ഫംഗ്ഷന്റെ വാല്യൂ 5 minus 2x ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കേണ്ട എഫ് ഓഫ് എക്സ് എന്താണ് 5 minus 2x ആണ്. ആ 5 minus 2x-നെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സിന് നമ്മൾ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ നമുക്ക് കിട്ടിയത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് -2 ആണ്. there will not change, therefore നമ്മുടെ ആൻസർ എന്താണ് ആൻസർ -2 കേട്ടോ. ഇതുപോലത്തെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കീമിന് ചോദിക്കാം കേട്ടോ. ഓക്കെ എഴുതിയെടുത്തു.